അല്ല, IND മുന്നണിയുടെ പരിഹാസ്യമായ മത്സരം ഇവിടെ വോട്ടർമാർ ചർച്ച ചെയ്യാണ്. അതായത് ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടില്ല. IND മുന്നണിയിലെ സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ്, നമ്മൾ സുഹൃത്തുക്കളാണ്, വെറുതെ നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, CPI സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് തന്നെ പറയുന്നു രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയാവേണ്ടത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിലുള്ള തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തമിഴ്നാടും തൊട്ടടുത്ത് കർണാടകയുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും പിന്നെ IND മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ ആശയക്കാരാണ്, ഒരേ ചിന്താഗതിക്കാരാണ്. മോദിയെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ വോട്ടർമാർ ഇത്തവണ നരേന്ദ്രമോദിജിയോടൊപ്പമാണ്. LDFും UDFും വല്ലാത്തൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ കഴിഞ്ഞ തവണ ഒരു പ്രചാരണം അവർക്ക് നടത്താൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് കേരളത്തിൽ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നൊക്കെയുള്ള മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു പ്രചാരണം നടന്നു. പക്ഷെ ഇത്തവണ ആരും അത് വിശ്വസിക്കുന്നില്ല. ഈ നാട്ടിലെ വോട്ടർമാർക്കെല്ലാം അറിയാം, അവർക്ക് 40 കിട്ടുമോ സംശയത്തിലാണ്. മോദി 400 കടക്കുമോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും 40+ എത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും ഇത്തവണ മനസ്സിലാക്കിയിട്ടുണ്ട്. ത്രികോണ മത്സരമാണെന്ന് പറയുമ്പോഴും ഇവിടെ NDAയും ഇന്ത്യ സഖ്യമാണ് പോരാടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? അത് IND മുന്നണിയും NDAയും തമ്മിലാണ്, ധർമ്മവും അധർമ്മവും തമ്മിലാണ്. മോദിയുടെ നേതൃത്വത്തിലുള്ള ധാർമ്മിക ശക്തികളും രാഹുലിൻ്റെ നേതൃത്വത്തിലുള്ള അധാർമിക ശക്തികൾ, അർബൻ നക്സലുകൾ, PFI, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ISIS ഗ്രൂപ്പ്, തുക്കടെ ഗാങ്, പിന്നെ ആസാദി മോംഗെ ഗാങ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് രാഹുൽ ഗാന്ധിയുടേത്. മോദി ഈ രാജ്യത്തെ എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാ സാമാജികമായിട്ടുള്ള നാട്ടിലെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി രാജ്യം രക്ഷപ്പെടണം, വികസനത്തിലെത്തണം, മതമൈത്രി ഉണ്ടാവണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, വികസനവും പുരോഗതിയും ഉണ്ടാവണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ശക്തികളുടെ, ധാർമ്മിക ശക്തികളുടെ പിന്തുണയോടെ മോദിയും രാജ്യം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പിന്തുണയോടുകൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കില്ല, ഇത്തവണ മോദിക്കാണ് വോട്ട് കൊടുക്കുന്നത്.